പൊന്മുടിയിലെ കോടമഞ്ഞ് അതൊരു വികാരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലെങ്കിലും പൊന്മുടിയിൽ പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് മാറുന്നത് അവിടുത്തെ കോടമഞ്ഞാണ് കേട്ടോ. നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് കോടമഞ്ഞ് നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വന്ന് നമ്മളെ കവർ ചെയ്തിട്ട് നമ്മളെ തട്ടി തഴുകി തലോടിയിട്ട് പോകുന്ന ആ ഒരു കോടമഞ്ഞ് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ പോവാതിരിക്കാനായിട്ട് പറ്റൂല കേട്ടോ. കേരളത്തിൽ വേറെ എവിടെയൊക്കെ പോയി എന്തൊക്കെ ആസ്വദിച്ചാലും നമ്മുടെ ഈ പൊന്മുടി കിട്ടുന്ന ഒരു ഫീല്, ആ കോടമഞ്ഞ് നമ്മളങ്ങനെ തട്ടിത്തഴുകുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പ്, ആ ഒരു ഫീല്, എൻ്റെ പൊന്നു മോനെ അത് അനുഭവിക്കണമെന്ന് അത് ഒരിക്കലെങ്കിലും അനുഭവിച്ച് നോക്കണം. ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് തള്ളല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എൻ്റെ മോനെ എന്ത് കാഴ്ചയാണെന്നറിയാമോ? നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്രയും ഒരു ഫീല് നമുക്ക് നല്ലൊരു ക്ലൈമറ്റുള്ള സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ അങ്ങോട്ട് പോകൂ. അല്ലെങ്കിൽ അവിടെ പോയി നിങ്ങൾ വെയിൽ കൊണ്ട് ഊപ്പാട് വന്നിട്ട് എന്നെ തെറി വിളിക്കല്ലെങ്കിൽ കേട്ടോ. ക്ലൈമറ്റ് നോക്കി പോവുക.